Magic morning. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കാൻ നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്കിന്ന് സെഷൻ എടുക്കുന്നത് റെയ്ഹാന ജാഫർ മാം ആണ്. നമ്മുടെ JCI സോൺ ട്രെയിനർ ആണ്, അതുപോലെ CG റിസോഴ്സ് പേഴ്സൺ കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആളൊരു ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. Yes, ഓക്കെ yes. ഓക്കെ. അപ്പോൾ ഒരു 5-10 മിനിറ്റ്സോട് മാം ജോയിൻ ചെയ്യും. സോ അതിന്റെ മുമ്പ് എന്താണ് നമുക്ക് റെയ്ഹാനല്ലേ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ? ആൾ ജോയിൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ആള് മാം. ഓക്കെ, എങ്ങനെയുണ്ട് ചലഞ്ചൊക്കെ? സൂപ്പർ അല്ലേ? മഴയായിട്ട് ചലഞ്ചിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? പുറത്തിറങ്ങിയിട്ടുള്ള എക്സസൈസുകളൊക്കെ നിർത്തിച്ചിട്ട് അകത്താക്കി. മണിസാറിന് എങ്ങനെ റെഡ് അലേർട്ട് ഉണ്ടോ? കോഴിക്കോടല്ലേ? നല്ല സ്ട്രോങ് മഴയാണല്ലേ? സ്ട്രോങ് ആണ്. ഓക്കെ. ഓക്കെ. ഷീജ എന്തായി? ഈ ജൂബി ഏതാ? ജൂബി നമ്മളെ ഉണ്ടായിരുന്ന ആളല്ലേ അത്? പഴയ ആളാണല്ലേ? ജൂബി ഷിബു. ഒരു മിനിറ്റ്, റെയ്ഹാന മാം ഓക്കെ ആയിട്ടുണ്ടോ? ഹലോ ഹലോ മാം, റെഡി ആണോ? ഓക്കെ ആണോ? റെഡി. നല്ല മഴയാണ്, അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ വന്നതാ. ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. എനിവേ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി റെയ്ഹാന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റെയ്ഹാന മാമിന്റെ നമ്മുടെ ടോപ്പിക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ റെയ്ഹാന മാം, പ്ലീസ് വെൽക്കം മാം. ഹലോ. ഓക്കെ മാം, ഓഡിയബിൾ ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് എല്ലായിടത്തും. നന്നായി മൂടിപ്പോച്ച് കിടക്കേണ്ട ഒരു നല്ലൊരു ദിനത്തില് വന്നിട്ട് രാവിലെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് ശരിയാവും എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ശരിയല്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും നല്ല ഒരു മോർണിംഗില് ഇങ്ങനെ വന്ന് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളോട് തന്നെയാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. എനിവേ, കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തില് ഒരു പാവപ്പെട്ടവരായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനുണ്ടായിരിക്കും. പക്ഷെ അത് കാണുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ അത് നേരിടുന്ന ആളുകൾക്ക് അത് ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയാണല്ലോ ഓരോ കമ്മ്യൂണിക്കേഷനും മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരാളോട് ഇപ്പൊ എനിക്ക് ആകെ കാണുന്നത് മാണി സാറ്, അതുപോലെ മണി എന്നാണ് ആയിരിക്കുമല്ലേ സാർ പേര്? അതെ മാം, ശരി. ഓക്കെ. പിന്നെ അബ്ദുൾ റസാഖ് സാറ്, കൃഷ്ണമൂർത്തി സാറ്, ഇത്ര പേരെ എനിക്ക് കാണുന്നുള്ളൂ. ബുദ്ധിമുട്ടല്ലെങ്കിൽ വീഡിയോ ഓണാക്കിയാൽ വളരെ നന്നായിരിക്കും.
സാറിന് ഞാൻ ഇപ്പൊ കാണുന്ന ആളുകളോടാണല്ലോ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. മുന്നോട്ടിരിക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഈസി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 3 പേരുടെ മാത്രം പേര് എടുത്തു പറഞ്ഞത്. സാർ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? അത് ആദ്യം ചോദിക്കണല്ലോ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. മണി സാറിന് വെൽക്കം സാർ. ബഷീർ സാർ വെൽക്കം. സാറിനെ കുറിച്ചൊന്ന് ഒരാളുടെ മുന്നിൽ ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരൊറ്റ വാക്കിൽ സാറ് പറയാ? എന്റെ പേര് മണിയാണ്. ബേപ്പൂർ നടുവട്ടം സ്വദേശിയാണ്. ഞാൻ തുടങ്ങും. പിന്നെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് മുന്നോട്ട്. സാഹചര്യം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ ഭാഗത്ത് സംസാരിക്കേണ്ട. ഒരു മരണ വീട്ടിൽ പോയിട്ട് നമ്മുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം സംസാരിക്കാൻ പറ്റില്ല. അവിടെ ഒരാള് സാർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പേര്, അല്ലെങ്കിൽ നമ്മളിപ്പോ മണി സാർ പറഞ്ഞതുപോലെ ആ ഒരു പേര് അതിനോട് ചേർന്ന് വരുന്നത് ഈ ആളുമായിട്ടുള്ള ഒരു ബന്ധം. പക്ഷെ ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതി കുറച്ചും കൂടെ മാറിയിരിക്കും. അവിടെ നമ്മൾ കുറച്ചും കൂടി പ്ലസന്റ് ആയി, കുറച്ചും കൂടി അടിപൊളിയായിട്ട്, കുറച്ചും കൂടി നന്നായി സംസാരിക്കും. ഇനി നമ്മുടെ മക്കളുടെ ഒരു കാര്യങ്ങളുടെ അടുത്ത് നമ്മൾ പോയിട്ട് നമ്മളെ ഐഡന്റിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിലോ, അവിടെ നമ്മൾ കൂടുതൽ ആ പേഴ്സണ് കൊടുക്കുന്നത് നമ്മുടെ മക്കളിലേക്കായിരിക്കും കുറച്ചും കൂടി ചേരുക. അപ്പോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു സാഹചര്യവുമായിട്ടായിരിക്കും ബന്ധപ്പെട്ട് കിടക്കുക അല്ലെ? ഇപ്പൊ റസാഖ് സാറ് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും ഒന്ന് കുറച്ചും കൂടി വേറൊരു സാറിനെ ഒന്നും കൂടി നന്നായിട്ട് പറയണം. സാറിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി ഒക്കെ അവിടെ അറിയുന്ന രീതിയിലായിരിക്കണം. എന്നാൽ അത് മറ്റുള്ളവർക്ക് അത് ഞാൻ അറിയിക്കുകയാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റസാഖ് സാർ ഒന്ന് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ പേര് പറയും, എന്റെ ജോലി, അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും ചോദിക്കും, സാർ എന്താ ചെയ്യുന്നത്, എവിടെയാണെന്ന് അങ്ങോട്ടും ചോദിക്കും. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളൊരു ലിസണറും കൂടി ആയിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മളെ ഐഡന്റിറ്റി ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ഒരാളെ മനസ്സിലാക്കാനും കൂടി റസാഖ് സാറ് ശ്രമിക്കുന്ന പറഞ്ഞു. അപ്പൊ നല്ല ഒരു സ്പീക്ക് ഗുഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്പീക്ക് വെൽ ആയിരിക്കണം അല്ലെ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പോവാ. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷന് നമുക്ക് ചെറിയ ഒരു സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പറയാ ഇക്ര എന്നുള്ളതാണ്. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത് ഇക്ര എന്നുള്ള രീതിയിൽ, ICRA ഈ ലെവലിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്. നിങ്ങൾ എല്ലാവരും കുറേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകളാണ്, അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ചെറുതായിട്ട് ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ സൂചിപ്പിക്കാം. ഒന്ന് ഇന്റൻഷൻ ആണ്. നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ മൻസാറോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതല്ല, നമ്മളെ ഒന്ന് നന്നായിട്ട് പറയേണ്ട ഒരു അവസരങ്ങളിലാണ് നമ്മളെ തന്നെ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മളെ ഐഡന്റിറ്റി അവിടെ വെളിവാക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതല്ല, മക്കളോട് ഒരു കാര്യത്തിന്റെ ഇതിനു വേണ്ടി പോകുമ്പോൾ മക്കളെ ആയിരിക്കും അവിടെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യും. ഞാൻ ഇന്ന ആളുടെ പേരന്റ് ആണ് കേട്ടോ എന്ന് നമ്മളൊന്ന് മാറ്റി പറയും അവിടെ. അപ്പൊ ഒരേ കാര്യത്തിന് ചില ആളുകൾ പറയും വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും, പക്ഷെ ഈ കാര്യത്തിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് മാറില്ലേ? നമ്മൾ ചില ആളുകൾക്ക് ക്യാഷൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നാളെ തരാട്ടോ എന്ന് പറയും, പിന്നെ നമ്മൾ വാക്ക് പറ്റില്ല, നാളെ തരാട്ടോ, പിറ്റേ ദിവസം നമ്മൾ അത് തന്നെ ആയിരിക്കും ചിലപ്പോ പറയുന്നത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് അതിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ അതേപോലെ തന്നെ ഇന്റൻഷൻ, എന്തിനാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ അത് എന്തിനാണ് സംസാരിക്കുന്നത്, ആ സംസാരം അവിടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആ പറയേണ്ട ആളോട് തന്നെയാണോ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ചില ആളുകളെ നമ്മൾ പറയാറുണ്ടല്ലേ, എന്താ പറയാ, ഒരു ഔപചാരികത ഇല്ലാതെ സംസാരിക്കും ചില ആളുകൾ. ഒരു അസമയത്ത് പോയി സംസാരിക്കും. ഈ മനുഷ്യൻ എന്തിനാ അപ്പൊ ഈ കാര്യം ഇവിടെ ഇപ്പൊ പറഞ്ഞേ എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലോ ചില കാര്യങ്ങൾ അങ്ങനെ.
ആ സന്ദർഭത്തിന് യോജിക്കാത്ത സമയത്ത് ചില കാര്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ഇങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അയാൾ എന്തിനാ അവിടെ വെച്ച് ആ കാര്യം സംസാരിക്കുന്നത് ഇങ്ങനെ? അപ്പൊ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നമ്മുടെ ടോപ്പിക്കിൽ വ്യത്യാസം വരുത്താറുണ്ട്. അപ്പൊ അതുപോലെ ആ ഒരു കാര്യം എന്തിനാണ് സംസാരിക്കുന്നത്, അവിടെ അത് സംസാരിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ച് കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസം വരുത്താറുണ്ട്. അതുപോലെ തന്നെയാണ് കൺസിസ്റ്റന്റ് ആയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കൺസിസ്റ്റന്റ് ആവരുത്, ഇപ്പൊ പറഞ്ഞു കൺസിസ്റ്റന്റ് ആവണം. അത് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആവേണ്ടത്? ഇപ്പൊ ഞാനൊരു നിലപാട് അറിയിച്ചു കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോൾ ആ നിലപാട് ഞാൻ മാറ്റുക. ഇപ്പൊ ഞാൻ പറയാണ് രാവിലെ എണീക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ അത് നിലനിർത്തേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയൊക്കെ ഞാൻ പറയാൻ. എന്നിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ നന്നായി പുതച്ചു മൂടി അവിടെ കിടക്കും ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ കൺസിസ്റ്റന്റ് ഇല്ലാതെ ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? അതല്ലാതെ ചില ആളുകൾ ഉണ്ടാവും, ഇപ്പൊ ഒരു കാര്യം പറയാ, വേറൊരാള് വന്ന് പറഞ്ഞാൽ അതും ശരിയാണ്, ആ ഒരു നിലപാട് എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് തിരിഞ്ഞിട്ട് അതും ശരിയാണ്, അപ്പൊ മറ്റേ ആൾ അതിനെ പറ്റി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ല അദ്ദേഹം പറയുന്നതും ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ ചില സിനിമയിലൊക്കെ ആ ക്യാരക്ടർ നല്ല കോമഡി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ എന്താണോ പറയുന്നത് അവര് ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാന്ന് പറയും. അല്ല അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, മൂപ്പരോട് ഞാൻ പറഞ്ഞ സെറ്റാവും. ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതല്ലാതെ നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ അത് ന്യായമാണെങ്കിൽ ആ നിലപാടിൽ നമ്മൾ ഒരു തരത്തിലും മാറേണ്ടത് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റൻഷൻ, ഒരു കാര്യം എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളത് ഒരു സ്ഥിരമായ ഒരു കൃത്യമായ ഒരു നിലപാടുണ്ടായിരിക്കണം. ആ നിലപാട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകുകൊണ്ട് ചെയ്യണം എന്നും കൂടി പറഞ്ഞു. റെസപ്റ്റീവ് ആയിരിക്കണം, അതായത് മറ്റുള്ളൊരാൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കണം ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്കത് ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് പറയാണ്, ഞാൻ എന്റെ കുറെ വീട്ടിലെ കാര്യങ്ങൾ പറയാം, നല്ല പ്രശ്നങ്ങൾ, എന്താടോ പറയണേ, ഒന്നും പറയണ്ട എന്റെ കാര്യങ്ങള്. ഇതൊന്നും നിങ്ങൾക്ക് ഈ നേരം വിളിക്കുമ്പോ ഇരുന്ന് കേൾക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും 1-2 പോയിന്റുകൾ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ പറയാതെ അത് മറ്റുള്ള ഒരാൾക്ക് സ്വീകാര്യമാകുന്ന, അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം നമ്മൾ ഓരോരുത്തരും മറ്റൊരാളോട് സംസാരിക്കേണ്ടത്. മറ്റുള്ള ഒരാളെ കേൾക്കാൻ കൂടി തയ്യാറാണ്. റസാഖ് സാറ് പറഞ്ഞു, ഞാൻ അവരെ കുറിച്ച് കൂടി ഞാൻ കേൾക്കാൻ തയ്യാറാവും. അവരെ എവിടുന്ന് വരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ അവരും എങ്ങനെയാണ് എന്ന്, അതാണല്ലോ റസാഖ് സാർ ഉദ്ദേശിച്ചത് അല്ലെ? അങ്ങനെ നമ്മൾ പറയുകയും ചെയ്യും. ഇനി ഞാൻ കൃഷ്ണമൂർത്തി സാറോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാമതായിട്ട് നമ്മുടെ മക്കളെ കുറിച്ച്. സാറെ മക്കളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? മക്കളുടെ കുഴപ്പമൊന്നുമില്ല. മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാള് ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ടിരിക്കുക ബാംഗ്ലൂർ. ഒരാളെ ഉള്ളൂ. ഇടയ്ക്ക് വന്നു പോവും, ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് പോവും ഹോളിഡേയ്സിൽ. ഇരിക്കുന്നു അങ്ങനെ. ഓക്കെ. മക്കളുടെ ഒരു ഗ്രാജുവേഷൻ, ഒരു കോൺവെക്കേഷന്റെ സമയത്ത് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ വന്ന പാരന്റിന്റെ മുന്നിൽ, അല്ലെങ്കിൽ അവിടെ വന്ന ടീച്ചേഴ്സിന് സാറിന് അത്ര അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സാറ് അവരോട്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു, ഞാൻ കൃഷ്ണമൂർത്തി സാറ് ആണ്, അങ്ങനെയാണോ അതല്ല വേറെ ഏത് രീതിയിലായിരിക്കും? സാറിന് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സാർ എങ്ങനെയായിരിക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അവര് സാറോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതാൻ ആരാടോ ഇവിടെ കേറാൻ എന്നുള്ളൊരു ഭാവത്തിലാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ അവരോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ മോളുടെ ഫാദറാണ്, എറണാകുളത്ത് നിന്ന് വരുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന പോലെ, ഏത് രീതിയിലാണ് അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ തിരിച്ച് അങ്ങോട്ടും ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മളോട് ഒരാൾ ഇടപെടുന്ന രീതിയിലാണ് അതിന് Yes, പോയിന്റ് കൊടുക്കുന്നത്. വെരി ഗുഡ്, നല്ല exactly. Yeah. പോയിന്റ് ആണ്. ഞാൻ പറയേണ്ട പോയിന്റുകളൊക്കെ നിങ്ങൾ തന്നെ തരുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഒരാൾക്ക് നമ്മളോട് ഇടപെടേണ്ട ഒരു രീതി ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ Yes. പറഞ്ഞ സാഹചര്യ സന്ദർഭങ്ങളൊക്കെ അനുസരിച്ച് ചിലയിടത്ത് പോയിട്ട് നല്ല വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കുഞ്ഞാടുകളെ പോലെ ഭയങ്കര ആദർശവും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നോളണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കും, മറ്റുള്ള റോങ് ആയി വരികയും ചെയ്തിട്ട് അതിൽ നമ്മൾ പോയിട്ട് വല്ലാതെ കുഞ്ഞെ ഒന്നും പറ്റിയില്ലല്ലോ കുഞ്ഞെ, നീ നന്നായിട്ട് ഇരിക്കുന്നു കുഞ്ഞെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കളി മാറും. അതല്ലാതെ ആ സമയത്ത് ചില ഇടങ്ങളിൽ നമ്മൾ ചിലത് സ്ട്രോങ് ആയി തന്നെ നിൽക്കേണ്ടി വരും, അല്ലെ? ഇപ്പൊ അവര് നമ്മളോട് റോങ് ആയിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു ന്യായം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അവിടെ എത്തേണ്ട പേഴ്സൺ ആണ്. കൃത്യമായ ഗ്രാജുവേഷനിൽ നമ്മളായിരിക്കും അവിടെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിക്കുക. കാരണം നമ്മളെ മക്കളുടെ ഗ്രാജുവേഷൻ ആണ്. അപ്പൊ നമ്മളാണ് അവിടെ കുറച്ചും കൂടി ഹൈലൈറ്റ് നിൽക്കണം. പക്ഷെ നമ്മളെ ഒന്ന് തരം താഴ്ത്തുന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസം വരാറുണ്ട്. വ്യത്യാസം അപ്പൊ വരും. Correct. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യാസം വരാം. പക്ഷെ ഒരു സ്ഥിരതയോടുകൂടി എവിടെ പോയാലും ഞാൻ ഇന്നയാളുടെ എന്താണ് പാരന്റ് തന്നെയാണ്, അതിലൊന്നും നമുക്ക് മാറ്റം വരുത്താത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് സാർ ഉദ്ദേശിച്ചത്. വെരി ഗുഡ് സർ, താങ്ക് യു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുന്ന രീതിയിലായിരിക്കും കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞു, പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞോ, എനിക്കങ്ങനെ ഓർക്കാൻ പറ്റണില്ല, ഞാൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല, ഇങ്ങനെയല്ല. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്ന രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതും ആ ഒരു കമ്മ്യൂണിക്കേറ്ററിന്റെ ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ഇക്ര എന്നുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സാഹചര്യ സന്ദർഭങ്ങളോ അനുസരിച്ചായിരിക്കണം. അനാവശ്യ സമയത്ത് പോയിട്ട് വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അത്ര നല്ലതല്ല. പിന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്നുള്ള ഒരു പകുതി പിഴുങ്ങി പകുതി അങ്ങനെ സംസാരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. അതാ പ്രോപ്പർ ആയിട്ടാണ് വായന അവർക്ക് പറയണം എന്നുണ്ടാവും, പക്ഷെ അവർക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ചില കാര്യങ്ങൾ അങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ചിലപ്പോൾ സംസാരിച്ച് ഇങ്ങനെ പോവാറുണ്ട്. അതല്ലാതെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ ഇത്ര കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത്രയാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ സംസാരിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നമ്മളൊന്ന് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുക. അപ്പോൾ നേരത്തെ ഇപ്പൊ മണി സാറാണെങ്കിലും റസാഖ് സാറാണെങ്കിലും കൃഷ്ണമൂർത്തി സാറാണെങ്കിലും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഒറ്റ കാര്യമായിരുന്നു. അവരാരാണ് എന്നുള്ളത് അവിടെ ഐഡന്റിറ്റി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന ആളാണ് ആദ്യം തന്നെ പറയാം. റസാഖ് സാർ പറഞ്ഞു ഞാൻ അബ്ദുൾ റസാഖ് എന്ന് പറയാം. മണി സാർ പറഞ്ഞ പോലെ പേര് ആദ്യം നമ്മൾ പറയുന്നു. അതേപോലെ കൃഷ്ണമൂർത്തി സാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന ആളുടെ പേരന്റ് ആണ് എന്നുകൂടി നമ്മൾ അവിടെ ഊന്നി പറയാം. ആ സന്ദർഭത്തിൽ അത് ആവശ്യമെങ്കിൽ അവിടെ ആ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാം. ഇതിപ്പോ ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ടാവും, അവസാനായിരിക്കും അതെന്തിനാ പറഞ്ഞേ. അപ്പൊ ഇത് ചിലപ്പോ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം മുഴുവൻ സോൾവ് ആകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അല്ല നിങ്ങളിപ്പോ എന്താ ഉദ്ദേശിച്ചതെന്ന് അവസാനം നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ചോദിക്കേണ്ടി വരും. അതില്ലാതെ അല്ലെങ്കിൽ ഒന്ന് ചുരുക്കി പറയുമോ എന്ന് ചോദിക്കും ചില ആൾക്കാരോട്, അല്ലേ? നമ്മൾ ചോദിക്കേണ്ടി വരാറുണ്ട്. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്നും ഇങ്ങോട്ട് പറയുമോന്ന്. കാരണം മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, പാലക്കാട് മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിട്ടായിരിക്കും ഈ കാര്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ച് വന്നിട്ടായിരിക്കും അവസാനം എന്താണോ പറയേണ്ടത് ചെറിയൊരു കാര്യമായിരിക്കും ഉണ്ടാവുള്ളൂ. ഇതാണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് അവസാനമായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പൊ അങ്ങനെയല്ലാതെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ക്ലാരിറ്റിയോട് കൂടി തന്നെ സംസാരിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ അത് നല്ല ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആയിട്ട് സംസാരിക്കുക. വാക്കുകൾ ക്ലിയർ ആയിട്ട് നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ആ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും അങ്ങനെ പറയാറില്ല ചില ആൾക്കാര്. ഉറപ്പില്ലെങ്കിൽ പറയരുത്, എനിക്ക് അറിയില്ല കേട്ടോ ആ വിഷയത്തെ കുറിച്ച്, എന്നാലും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ. അപ്പൊ ചിലപ്പോ പൊട്ട തെറ്റായിരിക്കാം.
അപ്പൊ എന്നാലും അങ്ങനെ ആവാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആവാലോ. ഇതൊരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും നെഗറ്റീവായ ഒരു രീതിയാണെന്ന് തന്നെയാണ് എന്താണ് പണ്ഡിതന്മാര് പറയുന്നത്. അങ്ങനെ ആവുമോ അല്ലയോ, അതാണ് അവിടെ ചോദ്യം. ഒരാൾ ഇൻട്രസ്റ്റോട് കൂടി ഈ വഴി പോയാൽ എങ്ങോട്ട് എത്തും? ചിലപ്പോ ഇങ്ങനെ പോയാ ഒരു തൃശ്ശൂർക്കുള്ള വഴിയായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ പാലക്കാട്ടേക്കായിരിക്കാം. രണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാഗങ്ങളായിരിക്കും. അപ്പോ അവിടെ നടുവിൽ നിന്നിട്ട് ഒരാൾ പറയാണ്, അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇയാൾക്ക് വഴി പറഞ്ഞു കൊടുത്ത് എനിക്ക് അറിയില്ല കേട്ടോ, ഒറ്റ വാക്കിൽ നിർത്തേണ്ട ഒരു കാര്യത്തിന് ഇയാൾക്ക് തന്നെ ചോദിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തൃശ്ശൂർ ബോർഡ് കണ്ടിട്ട് പിന്നൊന്നും തെറ്റിയതായിരിക്കും, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വന്ന ഒരു കൺഫ്യൂഷനിലായിരിക്കും ചിലപ്പോൾ ബോർഡ് കണ്ടിട്ടുണ്ടാവുക. അതും കഴിഞ്ഞു വന്നിട്ടാണ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഇയാൾ ഈ പറയുന്ന ആൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെങ്കിൽ അയാൾ അത് കൃത്യമായിട്ട് പറയാതിരിക്കും, എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളെ ചില ആളുകൾ അങ്ങനെ പറയില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ എന്ന് പറയും. വഴി അറിയില്ലെങ്കിൽ പറയുന്ന ഈസി ആയ ഒരു കാര്യം. വഴി അറിയില്ല എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ നിർത്തി ചോദിക്കാറുണ്ട്. ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലയിടത്ത് നമ്മളൊന്ന് കുടുങ്ങി പോകാറുണ്ട്. ഗൂഗിൾ മാപ്പിന്റെ ചില രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വഴിയിൽ പോയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ മഴയത്തൊക്കെ, നല്ല മഴയത്തൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ നല്ല പണി കിട്ടും. കാരണം ചില ഭാഗങ്ങളിൽ നെറ്റ് ഇഷ്യൂ വരുമ്പോൾ അവിടെ സ്റ്റക്ക് ആവും. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വഴിയാണല്ലോ ഗൂഗിൾ മാപ്പ് കാണിക്കുക. അപ്പൊ അതുകൊണ്ട് ചില ആളുകളോട് വഴി ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതലും അറിയുന്നത്, ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ എന്ന് പറയും. ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്, പക്ഷെ എനിക്ക് ആളുടെ വീട് അറിയില്ല. അപ്പോ നമ്മൾ വേഗം പറയും, ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ എന്ന് പറയും. കാരണം എന്റെ വീട് തൊട്ടപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ എന്റെ വീട്ടിന് മുന്നിൽ നിന്നിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു കാര്യത്തിന് നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം, അത് ഒരു മനുഷ്യന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു കാര്യത്തെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് വ്യക്തമാക്കി പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. നല്ല രീതിയിലുള്ള നല്ല സംസാരങ്ങൾ സംസാരിക്കാം. നമ്മുടെ വാക്കുകള് നല്ല വാക്കുകളാവാൻ ശ്രദ്ധിക്കണം. മറ്റുള്ള ഒരാളിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾക്ക് പറയാൻ അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മൾ ഈ സന്തോഷവാർത്ത ഞാനൊന്ന് അറിയിച്ചോട്ടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില മരണ വാർത്തകളോ അല്ലെങ്കിൽ സങ്കടകരമായ കാര്യങ്ങളോ പറയുമ്പോൾ എനിക്കത് കഴിയില്ല അയാളോട് അത് പറയാൻ. അങ്ങനെ നമുക്ക് ചില സന്ദർഭങ്ങൾ ഭയങ്കര വിഷമത്തോടു കൂടി നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം എന്നാ അറിയിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോ ഏത് കാര്യത്തെയാണെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസിയായി സിമ്പിളായി നല്ല രീതിയിൽ സംസാരിക്കാൻ എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. പിന്നെ ക്ലിയർ ആയി സംസാരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ആയിട്ട് ഒരു ഭാഗമായിട്ട് വരുന്നത്. അല്ലാതെ തന്നെ നമ്മൾ പറയും വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയൊരു കടല് പോലെയാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. സർ പ്ലീസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാനിപ്പോ എന്താണ് ബഷീർ സർ എന്ന് പറഞ്ഞ് ഞാൻ ഇവരൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. ആ സമയത്ത് ജസ്റ്റ് മണി സാർ ഒന്ന് നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കൃഷ്ണമൂർത്തി സാർ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ബഷീർ സാർ എന്ന് മാത്രം പറഞ്ഞ ബഷീർ സാർ പറയും അല്ലെ. കാരണം നമുക്ക് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയൂ സർ എന്ന് പറഞ്ഞ ആദ്യത്തെ ആളോട് പറഞ്ഞ അതേ ഡീറ്റെയിൽ കാര്യങ്ങൾ ലാസ്റ്റത്തെ ആളോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ അവര് ആ മുന്നേ പറഞ്ഞ കാര്യങ്ങളില് കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂഷൻ കിട്ടാൻ നമുക്കൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരും. ചില വാക്കുകളൊന്നും വേണ്ടി വരില്ല. സർ പ്ലീസ് അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടുന്നതോ ഒരു ആക്ഷൻ കാണിക്കുന്നതോ ഒരു ഐ കോണ്ടാക്ട് കൊടുക്കുന്നതോ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും അങ്ങനെയാണ്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു രീതിക്ക് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബഷീർ സാറിന് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? എവിടെ നിന്നാണ് വരുന്നത്, നാട്ടില് എന്താണ് ചെയ്യുന്നത്? ഞാൻ ബഷീർ കോഴിക്കോടാണ് സ്വദേശം. ബിസിനസ് ആയിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ. ഓക്കെ, വെരി ഗുഡ്. റിട്ടയർ ലൈഫ് അടിപൊളിയാവട്ടെ. പിന്നെ മക്കളുടെ കാര്യം? 3 മക്കളാണ്. 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോയി. ഒരു മകൻ ബാംഗ്ലൂരിൽ IT എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്.
ഇങ്ങനെ ഒരു കാര്യത്തിന് ഇപ്പൊ ഞാൻ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചാൽ കൃത്യമായി ക്ലിയർ ആയി. ബഷീർ സാർ അതിന് മറുപടി പറഞ്ഞു അല്ലെ, നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും മാഷ്ക്ക് എത്ര കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ മാഷിന്റെ അവസ്ഥ എന്താണ്. അത് കൃത്യമായി 2-3 വാക്കിലെ മാഷ് റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യാണ് സാറ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള കാര്യങ്ങൾ മക്കള് ഓരോ ഭാഗത്ത് കൃത്യമായിട്ട് അത് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അതല്ല സാറ് പറയണേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് അതെല്ലാം ആ ആളെ എന്താണ് മക്കള് 2 പേരെ കെട്ടിച്ചു, അത് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി ചില ആളുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടാവും, ഇതിലേക്ക് ഒരു റിപ്ലൈ കിട്ടാൻ വളഞ്ഞു തിരിഞ്ഞ് പോയി അവസാനം പറയാ പിന്നെ 3-മത്തെ ഒരാളുടെ കാര്യം. അപ്പൊ നമുക്ക് ചിലപ്പോൾ 3-മത്തെ ആളുടെ കാര്യം കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതല്ലാതെ വഴി ചോദിക്കുമ്പോ തന്നെ നമ്മൾ പറയല്ലോ, ഇവിടുന്നാണ് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇടത്തോട്ടൊരു ചെറിയൊരു തിരിവുണ്ട്, പക്ഷെ അവിടെ തിരിയേണ്ട, അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോയിട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്കോ എങ്ങനെ ഉണ്ടാവും വഴി ചോദിച്ചു കഴിഞ്ഞാല്? അവിടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെയാണ്, പക്ഷെ അതൊരു ക്ലിയർ വേലായിരിക്കില്ല. ആ ഒരു രീതി. താങ്ക് യു ബഷീർ സാർ, വെരി ഗുഡ്. ഇങ്ങനെ ആ ഒരു ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത്രയും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾക്ക്, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. പിന്നെ രാവിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് ഈ വിഷയങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് കേട്ട കാര്യങ്ങളായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള വിവരം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് കേൾക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. ദിവസം രാവിലെ എണീക്കുന്നത് തന്നെ പുതിയൊരു കാര്യം പഠിക്കാനും പുതിയൊരു കാര്യം മനസ്സിലാക്കാനും കൂടി ആവുമ്പോൾ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇങ്ങനെ രാവിലെ തന്നെ നല്ല മഴയത്തൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ, നിങ്ങൾ എല്ലായിടത്തും കേരളത്തിൽ മൊത്തം മഴയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു കല്ലടിക്കോടം പ്രദേശത്തിന്റെ താഴ്ഭാഗത്താണ്. അതുകൊണ്ട് എവിടെയെങ്കിലും മഴ പെയ്യണമെന്ന് തോന്നുമ്പോഴേ ഇവിടെ മഴ പെയ്തിട്ടുണ്ടാവും. അത്ര ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു മഴ ഇതുപോലെ ഒരു ദിവസം കൂടി നിന്നാൽ ഭയങ്കര കഷ്ടമായിരിക്കും. പുഴകളൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പറയൂ സാർ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റെയ്ഹാന മാം, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഒരുപാട് നല്ല സെഷൻ ആയിരുന്നു. എനിവേ ടീം മെമ്പേഴ്സ്, എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ടീം മെമ്പേഴ്സ്, എനിക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാണെങ്കിൽ ക്ലിയർ ചെയ്യാം. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മഴയാണ്, തണുപ്പാണ്, അതൊക്കെ വിഷയമല്ല. നമ്മളെല്ലാ ദിവസവും 5:30 ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതേപോലുള്ള നല്ല ക്ലാസ്സുകളായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വരിക. കമ്മ്യൂണിക്കേഷൻ ഒരു നല്ലൊരു സ്കില്ലാണ്, കഴിവാണ്. നമുക്കറിയാം, നമ്മൾ പരസ്പരം കേൾക്കാനും സംസാരിക്കാനും താല്പര്യരാണ്. ചില ആൾക്കാർ അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യരായിരിക്കും, ചില ആൾക്കാർ കേൾക്കാൻ താല്പര്യരായിരിക്കും. കേൾക്കാൻ താല്പര്യമുള്ള 2 ആളുകൾ സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി ഇവൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ടും ചോദ്യം ചോദിക്കും. ഇങ്ങനെ ഭയങ്കര രസകരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ പെട്ടിട്ടുണ്ട് ഒരാളായിട്ടും. ഞാൻ അങ്ങോട്ട് അയാളോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ എന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കമ്മ്യൂണിക്കേഷൻ അയാളുടെ അടുത്താണ്, അയാൾക്ക് മനസ്സിലായി കമ്മ്യൂണിക്കേഷൻ എന്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും പറഞ്ഞു, രണ്ടാളും കേൾക്കലേറാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ ഒരു ഭയങ്കര രസകരമായ ഒരു സ്കില്ലാണ്, നല്ലൊരു കഴിവാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. വളരെ നന്നായിരുന്നു മാഡം. ആദ്യം മുതൽ അവസാനം വരെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റെപ്പായിരുന്നു. അതുപോലെ എല്ലാരെയും നോട്ട് ചെയ്തുകൊണ്ട് വളരെ നന്നായിരുന്നു, വളരെ നന്നായി, ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് ആരും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്? അതെ, മാജിക് മോർണിംഗ്. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു മാം. വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം എന്ത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ അത് സത്യസന്ധമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട്, അത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി വേണം.
അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാനും അവർക്ക് താല്പര്യം തോന്നുന്ന വിധത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സും നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ ഈ മാം പറഞ്ഞു തന്ന ഇത്രയും പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി പ്രിസൈസ് ആക്കിയിട്ട്, അതായത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പരസ്പരം സംസാരിക്കാനും സംവദിക്കാനും പറ്റുന്നുള്ളതാണ്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. ഓക്കെ, താങ്ക് യു മണി സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാവർക്കും വേണ്ടത് ഒരു സബ്ജക്റ്റാണ്. ഈ ക്ലാസ് ഇൻട്രാക്റ്റീവ് ആയിട്ട് എല്ലാവരോടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൽ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. ലൈവായിരുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ലിസണിങ് ആണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. സാധാരണ നമ്മൾ ഒരു ടെലിഫോണിക് കോൺവെർസേഷനിലാണെങ്കിലും നമ്മൾ യു ഹാവ് ടു ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. സാധാരണ നമ്മൾ പിന്നെ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസൺ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചാടിക്കറി എന്തെങ്കിലുമൊക്കെ പറയും, ഒരാൾ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം ഇനിയും നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ. മാജിക് മോർണിംഗ്. സിന്ധു മാം ഓഡിബിൾ ആണോ? ഓക്കെയാണ്. വീഡിയോ ഓൺ ആക്കാത്തതിന്റെ മെയിൻ കാരണം ഇതാണ്. കുറച്ച് മാസങ്ങളായി എന്ന് വേണം പറയാൻ. ഭയങ്കര റേഞ്ച് പ്രോബ്ലം ഉണ്ട് ഇവിടെ ഈ ഏരിയയില്. അപ്പൊ അതിന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതില് മാം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു മരണ വീട്ടിൽ പോയാല് കേൾക്കുന്നുണ്ടോ മോളെ? യെസ്, കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞു. കുറെ ആൾക്കാര് ആ ബോഡിയുടെ അടുത്തിരുന്ന് കരയുണ്ടാവും, എന്നാലും കമ്മ്യൂണിക്കേഷൻ വേണ്ട വിധത്തിൽ നടക്കുന്നുണ്ടാവും. കാരണം റൂമുകളിലൊക്കെ ഇരുന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ അവരുടെ കഥകളും അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും പറയും. പക്ഷെ ബോഡി മറുത്ത് എടുക്കണ്ടോ അതിന്റെ ചുറ്റും കുറെ ആൾക്കാർ കരയുണ്ടാവും. അതെങ്ങനെ സാധിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കാരണം നമുക്ക് ആ സമയത്ത് അവിടെ ചെന്നാ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഇമോഷണൽ ആയി പോണ ഒരു രംഗമാണ് ആ ഒരു സമയത്ത്. പക്ഷെ അപ്പൊ പോലും ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. ഞാനിപ്പോ ഒരു അനുഭവം പറയുന്നു. കുറച്ച് മുന്നേ ഞാന് ജൂബിലി ഹോസ്പിറ്റലിൽ മോളെ കുട്ടീനെ ഇട്ട് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ടുള്ളൂ ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ട്. അവിടെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ വാർഡ് ആളുകൾ നിൽക്കുമ്പോ സെക്യൂരിറ്റിക്കാർ വന്ന് പുറത്തേക്ക് ആക്കും. അപ്പൊ ഒരു ബെഡിന്റെ അടുത്ത് ഒരാളെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാനും എന്റെ അനിയത്തി ഉണ്ടായിരുന്നു, 2 ആളുണ്ട് ഞങ്ങള്. അപ്പൊ എല്ലാ ബെഡുകളിലും 2 ആൾക്കാരുണ്ട്. പക്ഷെ സെക്യൂരിറ്റിക്കാർ വരുമ്പം എല്ലാരും കൂടി ഓടി ബാത്റൂമിന്റെ അടയ്ക്ക് ഓടും. ബാത്റൂമിന്റെ മറവിൽ പോയി നിൽക്കും. ഒരു സെക്യൂരിറ്റിക്കാർക്ക് അവരിത് ശ്രദ്ധിച്ചു തോന്നുന്നുണ്ട്. അവര് നേരെ ബാത്റൂമിന്റെ അടയ്ക്ക് വന്ന്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ നിൽക്കുക. മറ്റൊരു തന്നെ കുറെ ദിവസങ്ങളായിട്ട് വന്നവരാണ്. നമ്മൾ വന്നിട്ട് ആകെ 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോ ഞങ്ങൾക്കാണെങ്കിൽ മോനെ വിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അങ്ങനെ ഓക്സിജന്റെ അളവ് പറ്റ കുറഞ്ഞു കുട്ടി വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഒരു 8 വയസ്സായ മോനെ. അപ്പൊ ആ ഒരു ടെൻഷനില് ഞങ്ങൾക്ക് ഒരാൾ പുറത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് എന്തിനേലും പോണെങ്കിൽ ഒരാൾ മോന്റെ അടുത്ത് വേണം. ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ICUലേക്ക് മാറ്റണം എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഒരാൾക്ക് മാത്രമായിട്ട് നിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ ഞാനും അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് അതേ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്ത് വായ തോരാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളോടല്ലേ പറഞ്ഞ ഒരാൾ മാത്രം നിന്നാ മതിയെന്ന്, ഒരാൾ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തിനിട്ട് ആ മേഡം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരം അവിടെ എവിടെയെങ്കിലും മാറി ഒന്ന് ചായ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ, ഡോക്ടർ വന്ന് പോയതിനു ശേഷം അങ്ങോട്ട് വന്നാൽ മതി, മോന്റെ അവസ്ഥ അവർ കണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അവിടെയും പെണ്ണുങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു കണ്ടിട്ട് അവർ ഒരുപാട് വഴക്കായിരുന്നു. അപ്പൊ എവിടെയും ഏത് സാഹചര്യത്തിലും എവിടെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആളുകളിലേക്ക് അത് എങ്ങനെയാണ് അതിങ്ങനെ പറയാം, വർത്താനം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് രസിച്ച് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മളെ മാത്രല്ല മറ്റുള്ള ബെഡുകളിലേക്ക് നോക്കുമ്പോ നമുക്ക് ടെൻഷനാണ്, നമുക്ക് സങ്കടം വരിക. കാരണം അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നമ്മളെ കഥകളോ മറ്റുള്ളതൊന്നും നമുക്ക് അവിടെ ഷെയർ ചെയ്യാനോ പറയാനോ എനിക്ക് തോന്നാറില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആ സമയത്ത് നമുക്ക് കിട്ടാറ്. അപ്പൊ മാം പറഞ്ഞത് കറക്റ്റാണ്. ഈ ഒരു സംഭവം എവിടെയും വായ തോരാതെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും, സാഹചര്യം നോക്കാതെ. അതാണ് പറയേണ്ടത്, സാഹചര്യം നോക്കാതെയാണ് ചെയ്യുക. ഇനി നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഓൾ.
സിന്ധു മാം താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആരാണ് സംസാരിക്കുന്നത് ഇനി? മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ. കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാഡം പറഞ്ഞു തന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പോൾ മൻസറ പറഞ്ഞ പോലെ തന്നെ സാഹചര്യം നോക്കിയിട്ടും മറ്റേ ആളുടെ പ്രതികരണം എങ്ങനെയാണ് നോക്കിയിട്ടും വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റേ ആളുണ്ടല്ലോ, നമ്മുടെ ലിസണർ, അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള അയാളുടെ ലെവലും കൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് സംസാരിക്കാനായിട്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഓഫീസ് ബോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പ്യൂൺസ് എന്നൊക്കെ പറഞ്ഞവര്, അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ അവിടെ വളരെ പണ്ടത്തെ കാര്യമാണ്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അന്ന് മണി ഓർഡർ അയച്ചിരുന്നു. അപ്പം എൻ്റെ ഓഫീസിലുള്ള ഒരാൾ അവിടുത്തെ പുതിയതായിട്ട് വന്നൊരു പയ്യനോട് പറഞ്ഞു, പോയിട്ട് മണി ഓർഡർ അയക്കുക എന്ന് പറഞ്ഞ് മണി ഓർഡർ ഫോം ഫില്ലപ്പ് ചെയ്ത് കുറച്ച് രൂപയും കൊടുത്ത് അവൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. അവൻ അത് അങ്ങനെ തന്നെ കൊണ്ടിട്ട് പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് വന്നു. മണി ഓർഡർ ഫോമും ആ പൈസയൊക്കെ കൂടെ പോസ്റ്റ് ബോക്സിലിട്ടു. കാരണം അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് അവൻ അറിയാന്നുള്ളതാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ക്ലിയർ. അത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചില പറ്റങ്ങൾ നമുക്ക് പറ്റാറുണ്ട്. എപ്പോഴും നമുക്ക് എല്ലാവരും സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റേ ആളുടെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണെന്നോ അല്ലെങ്കിൽ നോളജ് ലെവൽ എന്താണെന്നോ അറിയാണ്ട് എൻ്റെ അറിവ് കാണിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ചെന്ന് വരും. അത് മാഡം നേരത്തെ പറഞ്ഞ പോലെ അവസരം നല്ല സന്ദർഭം നോക്കിയിട്ട് പെരുമാറാൻ കഴിയാത്ത ഒരു ഇതാണ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ചില അല്പത്തരമൊക്കെ നമുക്കൊക്കെ പറ്റാറുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും സംസാരിക്കും? ഓക്കെ, പറഞ്ഞോളൂ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, റിലേഷനെ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കും, അതേസമയം തന്നെ റിലേഷനെ മോശമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഓക്കെ, അപ്പോ നമുക്ക് ഷീജ മാം ഇല്ലേ അവിടെ? ഷീജ മാം സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇത് കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യം. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മളിപ്പോ ഇതിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അത്. ഒരാളെ പറ്റി നന്നായിട്ട് ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാല് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ആളായിട്ടും നമ്മൾ പെട്ടെന്ന് രണ്ട് വാക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സംസാരിക്കുമ്പോൾ നല്ല ഇതിലൊക്കെ സംസാരിച്ച് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, റെയ്ഹാന മാം, ഇനി താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സെഷൻസുമായിട്ട് മാമിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒരുപാട് സെഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും. ടീം മെമ്പേഴ്സ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു all.